തൈരിൽ മധുരം കലർത്തിയുണ്ടാക്കുന്ന ഒരു പാനീയം. അത് മുൻപേ ബംഗളൂരുവിനെ പരിചയമില്ലായിരുന്നു. ഇന്ന് എവിടെ തിരിഞ്ഞു നോക്കിയാലും ഈ പറയുന്ന പാനീയം, അതായത് ലസ്സി, എവിടെയും അവൈലബിൾ ആണ്. പക്ഷേ ബംഗളൂരുവിന് ആദ്യമായി ലസ്സി എന്ന് പറയുന്ന പാനീയം പരിചയപ്പെടുത്തിയത് ഒരു മലയാളിയാണ് കേട്ടോ. പണ്ടാണ്. അന്ന് പഞ്ചാബിലും ബോംബെയിലുമൊക്കെ ലസ്സിയും കുൽഫിയും പ്രചാരത്തിലുള്ളൂ. മാഹിക്കടുത്തുള്ള അഴിയൂരിൽ നിന്ന് തൊഴിൽ തേടി ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും അലഞ്ഞ അബ്ദുറഹ്മാൻ ആ രുചിക്കൂട്ടുകൾ നാവിലും മനസ്സിലും സൂക്ഷിച്ചു. അലച്ചിലിനൊടുവിൽ അന്നത്തെ ബാംഗ്ലൂരിൽ എത്തിപ്പെട്ടപ്പോൾ ആ രുചിക്കൂട്ട് ഈ മഹാനഗരത്തിന് പരിചയപ്പെടുത്താൻ സൈക്കിളിൽ കുൽഫിയുമായി ഇറങ്ങി. കുൽഫി ക്ലച്ച് പിടിച്ചതോടെ ലസ്സി എന്ന പാനീയവും ബംഗളൂരുകാരുടെ നാവിലേക്കും മനസ്സിലേക്കും അബ്ദുറഹ്മാൻ പകർന്നു നൽകി. സൈക്കിളിൽ വിൽപ്പന അവസാനിപ്പിച്ച് ഒരു കട തുറന്ന് പ്രവർത്തിക്കാൻ ആലോചനയായി. മാഹിയിലെ കൂട്ടുകാരൻ സുകുമാരനോട് ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറാൻ പറഞ്ഞു. ഇരുവരും ചേർന്ന് ഇടം തപ്പി. കസ്തൂർബ റോഡിലെ ശ്രീരാജ് ഹോട്ടൽ ഉടമയോട് സ്ഥലം ചോദിച്ചു. അവർ ഒറ്റ ഉപാധിയെ മുന്നോട്ട് വെച്ചുള്ളൂ: കട തരാം, പക്ഷേ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അതേ പേരിടണം. അങ്ങനെ 1973 ശ്രീരാജ് ലസ്സി ബാർ എന്ന സ്ഥാപനം ജനിച്ചു. കഥ പറയാൻ അബ്ദുറഹ്മാൻ ഇന്നില്ല. അബ്ദുറഹ്മാന്റെ ഒക്കച്ചങ്ങായി സുകുമാരൻ പറയും അന്ന് വിളമ്പിയ രുചി ബംഗളൂരു ഏറ്റെടുത്ത കഥ. എൻ്റെ വീടും ഈ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ വീടും അടുത്തടുത്തായിരുന്നു. മാഹിയിൽ അടുത്തടുത്ത സ്ഥലത്ത് ഞങ്ങൾ ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ച് വളർന്ന വീട്ടിലാണ്. അപ്പം മൂപ്പർക്ക് ഇവിടെ ബാംഗ്ലൂരിൽ സ്ഥാപനം തുടങ്ങാമെന്നുള്ളൊരു ഐഡിയ കിട്ടിയതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വരണം ബാംഗ്ലൂരിൽ, എന്തായാലും നീ വരണം, വന്നിട്ട് നമുക്ക് ഷോപ്പ് നല്ല നിലയിൽ കൊണ്ടുപോയി നടത്തണം, അതുകൊണ്ട് ഇനി എന്തായാലും വരണം എന്നുള്ളത് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് ഇവരുടെ കൂടെ ഇങ്ങനെ ബാംഗ്ലൂരിൽ വന്ന സമയത്ത് അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലം അന്വേഷിച്ചിട്ട് നടന്നതും ഈ ശ്രീരാജ് ഹോട്ടലിൽ ഞങ്ങൾ സ്ഥലം എത്തിയതും അവിടെ ഒരു ചെറിയ പെട്ടിക്കട മാതിരി ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ ഈ കസ്റ്റമർക്ക് നല്ല ഇത് കൊടുത്തിട്ടും നല്ല ഇതിൽ ഇമ്പ്രൂവ് ആക്കിയിട്ട് വന്നത്. കുൽഫിയും ലസ്സിയും പരീക്ഷണങ്ങളിലൂടെ പുതുരുചികൾ ആർജിച്ചു. കാലത്തിനൊത്ത് മുഖമിനുക്കി മെനു പരിഷ്കരിച്ച് ശ്രീരാജ് ലസ്സി ബാർ മധുരപ്രിയരുടെ ഇഷ്ട ഇടമായി മാറി. ഫലൂദയും മറ്റു ശീതളപാനീയ ഇനങ്ങളും മെനുവിൽ കയറിക്കൂടി. ഒരു 15 വർഷമായിട്ട് ഇവിടെ വരാറുണ്ട്. ലസ്സി അഭി അച്ഛാ ഹൈ, ബെഹ്തരീൻ ഹൈ ലസ്സി പിയാ ഹൈ, ടേസ്റ്റ് സഭി അച്ഛാ ഹൈ. ഫേമസ് ആയിട്ടുള്ള കടയാണെന്ന് അറിയാം, അതുകൊണ്ട് കയറിയതാ. ഞാൻ പുതിയ കസ്റ്റമർ ഒന്നും അല്ല, ഞാൻ എപ്പോഴും ടേസ്റ്റ് ചെയ്യാറുള്ളത് ഇവിടെ വന്നിട്ട്. അബ്ദുറഹ്മാന്റെ മരണശേഷം 3 മക്കൾ ബിസിനസ് ഏറ്റെടുത്ത് വിപുലീകരിച്ചു. അവരുടെ വാപ്പയുടെ ചങ്ങാതി സുകുമാരൻ നെടുംതൂണായി നിലകൊണ്ട് മാർഗനിർദ്ദേശം നൽകി. ഇന്ന് ബംഗളൂരുവിൽ 13 ഇടങ്ങളിലും UAEയിലും ശ്രീരാജ് ലസ്സി ബാർ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നു. കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ചേർന്നാൽ എങ്ങനെ ആർക്കും ഒരു ലോകോത്തര ബ്രാൻഡായി മാറാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ, ഇൻ റിപ്പോർട്ടർ, ബംഗളൂരു.